നമസ്കാരം. ഇന്ന് രണ്ട് അതിഥികളാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഒന്ന് ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ സംസ്ഥാന അധ്യക്ഷൻ വട്ടിയൂർക്കാവ് അജിത് കുമാർ. അജിതേട്ടാ നമസ്കാരം. നമസ്കാരം. മറ്റൊന്ന് മാധ്യമ പ്രവർത്തകയായ ശാരികയാണ്. ശാരിക നമസ്കാരം. നമസ്കാരം രോഹിത്. ഇന്ന് തീ വാറും എന്നാ തോന്നുന്നത്. തീർച്ചയായിട്ടും കാര്യം കഴിഞ്ഞ ദിവസം ശാരികയുടെ ഒരു വീഡിയോ നമ്മുടെ നേഷൻ ഫസ്റ്റ് എന്ന ചാനലിൽ നമ്മൾ തന്നെ പബ്ലിഷ് ചെയ്തു. ഒരു ചർച്ചക്കിടയിൽ ശാരികയ്ക്കുണ്ടായ ശാരികയുടെ വിവാഹ ജീവിതത്തിലുണ്ടായ കുറച്ച് ദുരനുഭവങ്ങളെ പറ്റിയാണ് ശാരിക അതിനകത്ത് കുറെ പേരൊക്കെ അതിനകത്ത് ശാരികയ്ക്ക് സപ്പോർട്ടൊക്കെ ചെയ്ത് കമന്റുകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. വട്ടിയൂർക്കാവ് അജിത് കുമാർ ന്യൂസ് 18 പോയിട്ട് ഒരു ചർച്ച നടത്തി വമ്പൻ അടി ഉണ്ടാക്കുന്നതും കേസായിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? കേസായി. സന്തോഷമായല്ലോ. ഞാനല്ലല്ലോ കേസിന്റെ ഉണ്ടാക്കിയത്, ഞാനല്ലല്ലോ. ഞാൻ ഹാപ്പിയാണ്. പക്ഷെ ഇത്രയും പോരായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നു. കാര്യം എന്തായാലും കേസായി. അപ്പൊ പിന്നെ നന്നായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ ഈ പിന്നീട് ചർച്ചകളിൽ വിളിക്കില്ല. കാര്യം ഇപ്പൊ ഒരു വർഷമായിട്ട് എന്നെ ചാനൽ ചർച്ചയിലൊന്നും വിളിക്കുന്നില്ല. അത് ഈ ഫെമിനിസ്റ്റുകൾ കാരണമാണ്. അപ്പൊ അതുകൊണ്ട് ഞാനൊരു ചർച്ചകൾ കിട്ടട്ടെ എന്ന് വിചാരിച്ചു ഒരല്പം ഒന്ന് ക്ഷമിച്ചു നോക്കും. അപ്പൊ അതവിടെ നിർത്തുന്ന ലക്ഷണം ഇല്ലാന്ന് കണ്ടിട്ടാണ് ഞാൻ ഈ ചർച്ചകൾ കിട്ടട്ടെ എന്ന് വിചാരിച്ച് ക്ഷമിച്ചു നോക്കി എന്ന് പറഞ്ഞാൽ ഈ ചർച്ചകളിലൂടെ കിട്ടുന്ന പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ ഈ ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ? അല്ല, ഇവിടെ പുരുഷന്മാരുടെ പ്രശ്നം പറയുവാൻ വേണ്ടിയിട്ട് പല പ്ലാറ്റ്ഫോമും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ന്യൂസ് സൈറ്റിൽ അത്ര വലിയ റീച്ചൊന്നും കിട്ടുന്ന ഒരു സംഭവമൊന്നുമല്ല. പക്ഷേ ഈ വീഡിയോയ്ക്ക് കിട്ടിയിട്ടുണ്ട് നിലവിൽ. പക്ഷേ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ലൈവൊക്കെ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് ആൾക്കാർ കാണുന്നുണ്ട്. പക്ഷേ ഏത് മേഖലയിലുള്ളവരും നമ്മളിലേക്ക് എത്തിപ്പെടണം. അവരെന്താ പീഡനം അനുഭവിക്കുന്ന പുരുഷന്മാർ ഒത്തിരി ഉണ്ട്. അപ്പോൾ അവരിലേക്ക് എത്തിപ്പെടുക. അതിന് നമുക്ക് ഒരു ന്യൂസ് 18 ആയിക്കോട്ടെ, കൈരളി ചാനലായിക്കോട്ടെ, വേറെ ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ, ഏത് ചാനലും ഒരു ചർച്ചകൾ കിട്ടിയാൽ അതിൽ കൂടിയായിരിക്കും ചിലപ്പോൾ ഒരു പുരുഷന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്നത്. എന്നാലും അപർണ എസ് കുറുപ്പ് വട്ടിയൂർക്കാവ് അജിത് കുമാറിന്റെ ഒരു വലിയ ഇന്റർവ്യൂ തന്നെ ന്യൂസ് 18 ടെലികാസ്റ്റ് ചെയ്തിരുന്നു. തീർച്ചയായും അപർണ നയിക്കുന്ന ചർച്ചയിൽ ഗസ്റ്റായിട്ട് വിളിച്ചാൽ വട്ടിയൂർക്കാവ് അജിത് കുമാറിന് പോകാതിരിക്കാൻ കഴിയില്ല. ചർച്ച കണ്ടിരുന്നു. ഇദ്ദേഹത്തെ എടാ പോടാ ഇറങ്ങി പോടാ അതേ ഭാഷയിൽ തിരിച്ചു കൊടുക്കും. എന്താ ശാരീരിക എനിക്ക് ഇപ്പോ ഏത് തുറയിൽ നിന്നുള്ള ആളും ആയിക്കോട്ടെ, നമ്മളൊരു പരസ്പര പ്രതിപക്ഷ ബഹുമാനം. ഇപ്പൊ ഞാൻ ഈ പറയുന്ന പോലെ ചാനൽ ചർച്ചകളിൽ ഇരുന്ന് ചാനൽ ചർച്ചയേക്കാൾ കൂടുതൽ വൈറൽ ആങ്കർ എന്ന നിലയിൽ ഫേമസ് ആയിട്ട് ഒരാളാണ് ഞാൻ. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ അങ്ങേ തലക്കിലിരിക്കുന്ന ആളുടെ ഒരു പ്രതിപക്ഷ ബഹുമാനം നമ്മൾ കൊടുക്കണം എല്ലായ്പ്പോഴും. എടാ പോടാ വിളിയൊന്നും പാടില്ല. അതൊരു മോശമായ കാര്യം തന്നെ. പക്ഷെ താങ്കൾ ഇപ്പൊ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ എതിർക്കുന്നത്. കാരണം താങ്കളെ ചാനൽ ചർച്ചയ്ക്ക് വിളിക്കാത്തത് ഫെമിനിസ്റ്റുകൾ കാരണമാണ്. പക്ഷെ എന്താണ് ഫെമിനിസ്റ്റ് എന്ന പേരിൽ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് സമൂഹത്തിനും നാടിനും വീടിനും കൊള്ളാത്ത കുറച്ച് ടീമുകളുണ്ട്. ഫെമിനിസ്റ്റ് യഥാർത്ഥം പറഞ്ഞാൽ നല്ലതാണ്. യഥാർത്ഥ ഫെമിനിസം എന്താണെന്ന് പോലെ ഇവർക്ക് അറിയില്ലായിരിക്കും. ഒരു പക്ഷേ ഈ എന്ന് പറഞ്ഞാൽ ഏതിനെയും കയറി അങ്ങ് എതിർക്കുക. ഒരു സമൂഹത്തിൽ ഒരു നല്ലൊരു മെസ്സേജ് ഇന്നേ വരെ ഈ ടീംസ് കൊടുത്തിട്ടില്ല. അവരാരാണെന്ന് പേര് പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഈ ടീംസ് നല്ല താങ്കൾ പൊതുവിൽ ഫെമിനിസത്തെ ആണല്ലോ എതിർക്കുന്നത് പറയുന്നത്. ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്നത് ഫെമിനിസം എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഓക്കെ, ഫെമിനിസ്റ്റുകൾ എന്ന് എതിർക്കുന്നു. അപ്പൊ ഈ പറഞ്ഞ ചാനൽ ചർച്ചകളിൽ കൂടുതലും ഞാൻ കണ്ടിരിക്കുന്ന ചാനൽ കൂടുതലും പുരുഷന്മാരാണ് ഇരിക്കുന്നത്. അപ്പൊ എന്താണ് ഫെമിനിസ്റ്റുകൾക്ക് അപ്പോ താങ്കൾക്ക് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഞാനിരിക്കുന്ന ചർച്ചകളിൽ സ്ത്രീകളാണ് കൂടുതലും. അതെവിടെ നോക്കിയാലും അന്നത്തെ ചർച്ചയിലും 3 സ്ത്രീകൾ എന്നെ എതിർക്കാൻ ഒരേ സ്വരത്തിലുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പ്രൊഫൈൽ കണ്ടിട്ടായിരിക്കും ചിലപ്പോ. ആയിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ. പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരേ ഒരാളെന്ന നിലയിലായിരിക്കാം കാരണം അവർക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കണം. തീർച്ചയായിട്ടും ഈ സി മലയാളത്തിൽ 5 പേരാണ് എന്നെ നേരിട്ടത്. എന്നിട്ടും അവിടെ അവർക്ക് വിജയിക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ്? കാരണം അവരുടെ ഭാഗത്ത് ശരിയില്ല. നമുക്ക് ശരിയായിട്ടൊരു കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഞാനല്ല, ഇനി ഏത് കൊടികുത്തിയ ഒരാളിരുന്നാലും അതിന് അവർ കണ്ണിക്കാൻ പറ്റും. പക്ഷെ ഇതവർക്ക് കണ്ണിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ഇടാപോടാന്ന് വിളിക്കേണ്ടി ഒരവസ്ഥ വരുന്നത്. കാര്യം ഈ ഇരിക്കുന്നത് പോലെയല്ല, തൊട്ടടുത്ത് ചേർന്നിരിക്കുകയാണ് മറ്റേ പുള്ളിക്കാരി. ഒരു ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ അടുത്തിരുന്ന് ഇടാപോടാന്ന് വിളിച്ചാൽ ശരിയായില്ല. ആ ലേഡി കയറി വന്ന് ഇരുന്നപ്പോ തന്നെ, സ്റ്റുഡിയോയിലല്ല പുറത്തിരുന്നപ്പോ തന്നെ മകനെയും കൊണ്ടുവന്നു. ഞാൻ അവർ തന്നെ ഇങ്ങോട്ട് എന്നോട് പരിചയപ്പെട്ടു. ഞാൻ തിരിച്ച് അങ്ങോട്ട് സൗഹൃദത്തിലാണ് സ്റ്റുഡിയോയിലോട്ട് കയറിയത്. അപ്പൊ ഇത്ര പെട്ടെന്ന് ഈ ഓന്തിനേക്കാളും ഇത്ര ഫാസ്റ്റായിട്ട് നിറം മാറുന്നതിന്റെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഒരു പബ്ലിസിറ്റി ആയിരുന്നു. വട്ടിയൂർക്കാവ് അജിത് കുമാറിനെ കയറി ആക്രമിച്ചാൽ അതിലൂടെ ഒരു മീഡിയ റീച്ച് കൂടുതൽ കിട്ടുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ഇവർക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു കാണണം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ വരേണ്ട കാര്യമില്ല. ഞാൻ പിന്നീട് ആലോചിച്ചു. ഞാൻ ആദ്യം ആലോചിച്ചെന്ന് പറയാം, 1-2 പ്രാവശ്യം ഇടപെടാന്ന് വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ നമ്മൾ വെറുതെ ഇരുന്ന്, ഒരുപാട് പേര് കാണുന്നതല്ലേ, സ്ത്രീകളും എന്റെ ഫാമിലിയിലുള്ളവരെല്ലാം കാണുന്നതല്ലേ, അപ്പൊ അങ്ങോട്ട് പ്രതികരിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഇതങ്ങ് കയറി വരിക. അപ്പൊ പിന്നെയാണ് ഞാൻ ശക്തമായിട്ട് ഞാൻ പ്രതികരിച്ചത്. പിന്നെ ഇനി എന്തായാലും ചാനൽ ചർച്ചയൊക്കെ പോയെന്ന് മനസ്സിലായി. പക്ഷേ കുറച്ചുകൂടി പറയേണ്ടിയിരുന്നു എന്ന് പിന്നീട് എനിക്ക് തോന്നി, കുറ്റബോധം തോന്നി. കാര്യം സൈബർ സെല്ലിൽ കൂടി കംപ്ലൈന്റും കൂടി കൊടുത്തു എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളത് നേരെ ചെയ്യേണ്ടതായിരുന്നു. ഒരു നഷ്ടബോധം, കുറ്റബോധം ഇപ്പോൾ ഉണ്ട്.
അങ്ങനെയൊക്കെ കംപ്ലൈന്റ് കൊടുക്കാനാണെങ്കിൽ എത്രയോ കംപ്ലൈന്റുകൾ വേറെ കൊടുക്കാമായിരുന്നു ശാരിക. അതെ. അത് കംപ്ലൈന്റ് കൊടുത്തത് മോശമായി പോയി. കംപ്ലൈന്റ് കൊടുക്കുക, കാരണം രണ്ടു കൂട്ടരുടെയും സമ്മതത്തോടു കൂടിയാണ് ചാനൽ ചർച്ചയിൽ ഇരിക്കുന്നത്. തീർച്ചയായും. താങ്കളെ പിടിച്ചുകിട്ടി കൊണ്ടുവന്നോ അവരെ പിടിച്ചുകിട്ടി കൊണ്ടുവന്നോ അല്ല. അപ്പൊ ഉറപ്പായിട്ടും പരാതി രണ്ട് കൈയടി എന്താ പറയുക, രണ്ട് കൈ കൊണ്ട് അടിച്ചാലേ സൗണ്ട് ഉണ്ടാകും. തീർച്ചയായും. ആൾക്കാർ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എനിവേ നമുക്ക് ആരോഗ്യപരമായ ചർച്ചകളാണല്ലോ. ഇവിടെയാണ് ഞാൻ ചോദിക്കുന്ന പ്രശ്നം. ചോദിക്കട്ടെ, എന്റെ വിഷയത്തിലേക്ക് വരാം. ഇപ്പൊ വട്ടിയൂർക്കാവ് അജിത് കുമാറിനെതിരെ ആ ചാനൽ ചർച്ചയിൽ സംസാരിച്ച സ്ത്രീ പരാതി കൊടുക്കുന്നു. തിരിച്ച് വട്ടിയൂർക്കാവ് അജിത് കുമാർ ആ സ്ത്രീക്കെതിരെ ഒരു പരാതി കൊടുക്കുന്നു. നിയമം പക്ഷേ ആ പെൺകുട്ടിക്കൊപ്പമായിരിക്കും. അതിന്റെ കാരണം അവർ സ്ത്രീയാണ് എന്ന പരിഗണനയാണ്. അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് സ്ത്രീയാണ് നിയമത്തെ ചോദ്യം ചെയ്യാറില്ല കേട്ടോ. സ്ത്രീയാണോ എന്ന പരിഗണന രോഹിതൻ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷെ ഞാൻ വീഴില്ല. സ്ത്രീയാണെന്നുള്ള പരിഗണനയേക്കാൾ കൂടുതൽ ഞാൻ ഈ ഒരു വിഷയത്തിൽ, ഈ ന്യൂസ് 18 വിഷയത്തിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീ അവിടെ നിൽക്കട്ടെ. പരസ്പരം രണ്ട് തട്ടിലിരുന്ന് സംസാരിക്കുന്ന ചർച്ചക്കാരെന്ന് എനിക്കതിനെ പറയാം. ഒരു ഡിബേറ്റേഴ്സ് ആണ് അവര്. അപ്പൊ ആ ഒരു ബഹുമാനം കൊടുത്തിൽ ഈ പറഞ്ഞ കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി കോടതി എന്ത് ചെയ്യുമെന്നുള്ള വിഷയം നമുക്ക് റിസൾട്ട് വന്നിട്ടില്ല, കേസ് പോയിരിക്കുന്നേ ഉള്ളൂ. അവരെന്തായാലും ഈ വീഡിയോ ടൈപ്പ് എന്തായാലും അവർ കണ്ടിട്ടുണ്ട്, അത് പരിശോധിക്കും. ഏത് വിധത്തിലായിരുന്നു അതിന്റെ പ്രകോപനപരമായ കാര്യങ്ങൾ ഉണ്ടായത്, ആരുടെ ഭാഗത്താണ് ന്യായം, ആരാണ് മോശമായ അശ്ലീല ചുവകൾ അല്ലെങ്കിൽ മ്ലേച്ഛമായ വാക്കുകൾ ഉപയോഗിച്ചതെന്ന് തീർച്ചയായിട്ടും കോടതി കണ്ടെത്തി അതിനെക്കുറിച്ച് പറയട്ടെ. അതിനെക്കുറിച്ച് നമ്മൾ പറയാൻ ഞാൻ ചോദിക്കുന്നത് ഇപ്പോ രോഹിത് വിധി പറഞ്ഞിട്ടില്ലല്ലോ. വിധി പറയുന്നതല്ല, ഞാൻ ഈ രണ്ട് പരാതികൾ എടുക്കും. ശാരിക വട്ടിയൂർക്കാവ് അജിത് കുമാറിന് ഒരു പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു, ഞാനും ചെല്ലുന്നു. പോലീസിലും മാധ്യമങ്ങളിൽ നിന്നും ആർക്കായിരിക്കും സപ്പോർട്ട് കിട്ടുക? നമ്മളൊക്കെ രണ്ടുപേർക്കും ഇദ്ദേഹം ശത്രുവാണ്. ഞാൻ ഇദ്ദേഹത്തിന്റെ പേര് കേസ് കൊടുക്കുന്നതും ശാരിക ഇദ്ദേഹത്തിന്റെ പേര് കേസ് കൊടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. താങ്കളുടെ കേസിനായിരിക്കും ഏറ്റവും കൂടുതൽ പരിഗണന കിട്ടുന്നത്. ഇത്തരത്തിൽ സ്ത്രീ സമത്വം ആണ് ഇവിടെ ആളുകൾ ആവശ്യപ്പെടുന്നത്, അല്ലേ? ഇക്വാലിറ്റി അല്ലേ നിങ്ങൾക്ക് വേണ്ടത്, സ്ത്രീകൾക്ക് വേണ്ടത്? ഈ ഫെമിനിസം ഒക്കെ പറഞ്ഞു വരുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പൊ ഇക്വാലിറ്റി ആണ് വേണമെങ്കിൽ എല്ലാ കാര്യത്തിലും ഇക്വാലിറ്റി ഉണ്ട്. നിയമത്തിന്റെ പരിരക്ഷയും ഈ ഇക്വാലിറ്റിയിലേക്ക് നമ്മൾ എത്തുക എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പണ്ട് കാലങ്ങളിൽ, അതായത് നമ്മൾ ഇത് ഇന്നലെ പൊട്ടിമുളച്ചേണ്ട സാധനമല്ല ഇക്വാലിറ്റി പ്രശ്നങ്ങളും സമരങ്ങളും ഒന്നും. പണ്ട് തൊട്ടേ അടിച്ചമർത്തപ്പെട്ട വർഗ്ഗമായിരുന്നു സ്ത്രീ എന്ന് പറയുന്നത്. ആ സ്ത്രീ സമത്വത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോരാടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പുരുഷ കേന്ദ്രീകൃത സമൂഹമാണ് ഇന്നും നമ്മുടെ നാട്ടിലുള്ളത്. ആ പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ സ്ത്രീ ബലിയാടാവുന്ന ഉദ്ദേശത്തിലാണ് നമ്മുടെ കോടതിയും നമ്മുടെ നിയമങ്ങളും സ്ത്രീക്ക് പരിഗണന കൊടുക്കുന്നത്. ശരി, ആ പരിഗണന ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ലേ? തീർച്ചയായിട്ടും അതാണല്ലോ ഇവിടെ ദുരുപയോഗപ്പെട്ടത്. യഥാർത്ഥ ന്യൂസ് 18 നിന്ന് എന്നെ വിളിച്ച് ഇങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ടെന്നും ഒരു മാപ്പ് പറയുന്ന ഒരു രീതിയിലോട്ടാണ് സംസാരിച്ചത്. അങ്ങനെ പറഞ്ഞത് ഒതുക്കി തീർക്കാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു, ആ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ട, ഞാനാണ് പരാതി കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ എനിക്കതിലൊരു പരാതിയില്ല. കാരണം അതുകൊണ്ടാണ് ഞാനൊരു ലൈവ് പോലും ചെയ്യാത്തത്. സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ വന്നാൽ ഞാൻ അപ്പം തന്നെ ഓഫീസിൽ വന്നിരുന്ന ലൈവ് ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനാണ്. പക്ഷെ ഞാനതിന് സംസാരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ലൈവ് ചെയ്തത് ഇന്നലെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് മെനഞ്ഞാന്നാണ് എന്നെ വിളിച്ച് പറയുന്നത്. ഞാൻ അന്ന് തന്നെ ലൈവ് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് കുറച്ച് തിരക്കായി പോയി, ലേറ്റായി പോയി, എന്ത് ചെയ്തില്ല. ഇന്നലെ ഞാൻ ചെയ്തതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തുകൊണ്ട് ഈ ലൈവ് ചെയ്യുന്നു. കാര്യം ആ ചർച്ച ഞാൻ വിട്ടതാണ്. ഞാൻ ചർച്ച വിട്ടു. അവിടെ കാര്യം നാട്ടുകാർ മൊത്തം പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുക. ഞാൻ എന്തിനു കൊടുക്കണം? കാര്യം എനിക്കതിൽ പരാതിയില്ല. കാര്യം ഒരു സ്ത്രീ വിവരമില്ലാതെ അവരുടെ വീട്ടിൽ പറയുന്നത് ഭർത്താവിനോടോ അച്ഛനോടോ ഒക്കെ പറയുന്ന അതേ വാചകം എന്നോട് പറഞ്ഞു. അത് ആ കുട്ടിയുടെ വിവരമില്ലായ്മ എന്ന് കണ്ടിട്ട് പിന്നെ അത് ഒരല്പം ഓവറായിട്ട് പോകുമെന്ന് കണ്ടപ്പോൾ, ഉയർന്നു വരുമെന്ന് കണ്ടപ്പോൾ, പ്രത്യേകിച്ച് ചാനൽ ചർച്ചകളിൽ ഒരു പ്രത്യേകതയുണ്ട്. പുരുഷന്മാരുടെ മൈക്ക് ഒരല്പം ഈ 2 തട്ട് കുറച്ച് വയ്ക്കും. മറ്റേ കുട്ടി പറയും പോലെ, ഏതാ 2 തട്ട് ശ്രുതി കുറച്ച് വെക്കണമെന്ന് പറയില്ലേ, മേധക്കുട്ടി, അതുപോലെയാണ് ഇവരൊരു 2 തട്ട് കുറച്ച് വയ്ക്കും. ഞാൻ എത്ര ഒച്ചത്തിൽ പറഞ്ഞാലും ഇവിടെ പബ്ലിക്കിൽ കേൾക്കുന്ന ഇവരുടെ സ്ത്രീകളുടെ ശബ്ദമാണ്. ഇതൊക്കെ താങ്കളുടെ ഈ തോന്നലുകളിൽ സത്യമാണ്. നമ്മൾ പുറത്ത് കേൾക്കുന്നല്ലേ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ശബ്ദം ആർക്കാണ് എന്നുള്ളത് താങ്കൾക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സൗണ്ട് തന്നല്ലോ. ഇതിനേക്കാളും ഉച്ചത്തിലാണ് ഞാൻ അവിടെ പറഞ്ഞത്. ആ വീഡിയോ ഒന്നിട്ട് കണ്ടു നോക്കിയേ. ഏറ്റവും കൂടുതൽ ശബ്ദം ഈ സ്ത്രീകൾക്കാണ്. ഇത് സ്ഥിരം ചെയ്യുന്നതാണ്. ഇതൊക്കെ എനിക്കറിയാം, നന്നായിട്ട് അറിയാം. എന്നാൽ നമ്മൾ എത്ര ഉച്ച കൂട്ടിയിട്ടും കാര്യമൊന്നുമില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. താങ്കൾ ഇങ്ങനെയുള്ള ഒരു കോമാളി നാടകത്തിന് കൂട്ടിരിക്കുന്നത് ഇത് അറിഞ്ഞുകൊണ്ട് എന്തിനാണ് താങ്കൾ സ്വയം കോമാളിയാവാൻ ചെല്ലുന്നത്? പുരുഷന് വേണ്ടി സംസാരിക്കാൻ ഈ കേരളത്തിൽ ഒരാൾ വേണ്ടേ? വേണമല്ലോ. അവരുടെ ഭാഗം സംസാരിക്കാൻ വേണം. അവർ അനുഭവിക്കുന്ന പീഡനങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തണം. കാര്യം ഒരു ഭാഗം സ്ത്രീകള് മാന്യമായിട്ട് കുടുംബജീവിതം നയിക്കുന്ന സ്ത്രീകൾ വരെ വിചാരിക്കുന്നത് പുരുഷന്മാരാണ് പ്രശ്നക്കാരെന്ന്. ഇവിടെ ഏറ്റവും കൂടുതൽ കേസുകളിൽ വീഴുന്നതും പ്രതികളാകുന്നതും അതും വ്യാജ പോക്സോ കേസ് വരെ എന്ന് പറഞ്ഞാൽ സ്വന്തം മകളെ വരെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന കംപ്ലൈന്റ് കൊടുക്കുന്ന സ്ത്രീകളുള്ള നാടാണ് നമ്മുടെ. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ഇത് വ്യാജമാണ്. ഇതാണ് അവിടെയും സംസാരിച്ചത്, വ്യാജ പോക്സോ കേസ്. അപ്പൊ ഇത് ഉണ്ട് എന്നുള്ളത് ഞാനല്ലാതെ വേറൊരാളെ ആരാ പറയാനിരിക്കുന്നത് ഇവിടെ? അപ്പൊ എനിക്കത് ശക്തമായിട്ട് പറഞ്ഞേ പറ്റൂ. അത് വ്യാജമാണെന്ന് തെളിയിക്കാൻ താങ്കളുടെ തെളിവുകളുണ്ടോ? തെളിവുകളുണ്ട്.
കോടതി പിന്നെ ജഡ്ജ്മെന്റുകൾ എത്രയാ വെറുതെ വിട്ടിരിക്കുന്നത്? അപ്പൊ എന്തുകൊണ്ടാണ് ഈ വെറുതെ വിടുന്നത്? തിരിച്ചുമില്ലേ നമ്മുടെ കൊല്ലത്താണെന്ന് തോന്നുന്നു, കൊല്ലത്താണോ തിരുവനന്തപുരം ഞാൻ ഓർക്കുന്നില്ല, ഒരു അമ്മ മകനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു പോക്സോ കേസ് വന്നു അമ്മയുടെ പേരിൽ. പിന്നീട് കടക്കാവൂർ പോക്സോ കേസാണ്. കടക്കാവൂർ പോക്സോ കേസ്. സാബു ആണ് അച്ഛന്റെ പേര്, പ്രവാസിയാണ്. 11 വയസ്സായ മകനെ ഈ അമ്മ പീഡിപ്പിച്ചു എന്നുള്ളത് ഇന്നും കറക്റ്റ് തന്നെയാണ്. നമ്മുടെ സിസ്റ്റം ശരിയല്ല. കാരണം അവിടെ ആ വീട്ടിൽ ഞാൻ പോയതാണ്, ആ കേസിൽ ഇടപെട്ട കേസാണ്. അപ്പൊ അതിലിടപെട്ടു. അവിടെ ഞാൻ ചോദിക്കട്ടെ, 3 മാസമാണ് ഒരു ഈ കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുത്തത് അമ്മയുടെ പേര് മാറ്റി പറയാൻ. 3 മാസം അവരുടെ കസ്റ്റഡി കൗൺസിലിങ്ങിന് വിട്ടു. എന്തിനു വിട്ടു? ഏതെങ്കിലും ഒരു പെൺകുട്ടിയായിരുന്നുവെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പ്രതിയോ അച്ഛനായിരിക്കാം, ചിലപ്പോ മാമനായിരിക്കും, ആരെയും ആയിക്കോട്ടെ, പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പിടിച്ച് റിമാൻഡ് ചെയ്യില്ലേ? പക്ഷെ ഇവിടെ 3 മാസമാണ് ഇവര് അന്വേഷണ വിധേയമായിട്ടും ഈ കുട്ടിയെ മാറ്റി നിർത്തി. എന്നിട്ട് പറഞ്ഞു തീർന്നില്ല. എന്നിട്ട് വേറെ ഒരു മാർഗവുമില്ലാതെ അറസ്റ്റ് ചെയ്തു. കടക്കാവൂർ പോലീസാണ് അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. എന്നിട്ട് അവരെ ജാമ്യത്തിലെടുക്കുവാൻ വേണ്ടിയിട്ട് സ്ത്രീകളുടെ സംഘടനകള് ഒരുമിച്ചിറങ്ങി. കാര്യം ഇത് അമ്മമാർക്ക് ഭയങ്കര കളങ്കം സംഭവിക്കുന്നതാണ്. അമ്മ ചെയ്താലും തെറ്റ് തന്നെയാണ്, ഏത് പെണ്ണ് ചെയ്താലും തെറ്റ് തന്നെയാണ്. തെറ്റ് ഒരിക്കലും മാറില്ല. ഇവരെല്ലാവരും കൂടെ കൂടിച്ചേർന്നാണ് ഹൈക്കോടതി വിജയിച്ചില്ല. ഹൈക്കോടതിയിൽ വിജയിക്കാത്ത എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. അടുത്ത സുപ്രീം കോടതി പോയി. അവിടെ കോടികൾ ഇറക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നടക്കും. ഏറ്റവും വലിയ വക്കീലന്മാർ വന്ന് വാദിച്ചു കഴിഞ്ഞാൽ ഏത് കേസും പൊട്ടും. അപ്പൊ സുപ്രീം കോടതി വ്യാജമാണെന്നാണോ താങ്കൾ പറയുന്നത്? സുപ്രീം കോടതി വ്യാജമെന്നല്ല, അവിടെയും ന്യായമല്ല നടക്കുന്നത്. കോടികൾ മുടക്കി വിധി തിരുത്താമെന്നാണ് താങ്കൾ പറഞ്ഞത്. അപ്പൊ നമ്മുടെ നമ്മൾ സുപ്രീം കോടതിയിൽ ആൾക്കാർ പോകുന്നൊക്കെ വെറുതെയാണോ? എങ്കിൽ പിന്നെ ഈ അതുലിന് നീതി കിട്ടാത്ത എന്താ? അതുലിന് ഇപ്പൊ ഇതെല്ലാം 24 പേജുള്ള സംഭവങ്ങൾ എഴുതി വെച്ച് അദ്ദേഹം എന്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു? സുപ്രീം കോടതി പോകുന്ന എത്രയോ പേര് വീണ്ടും ആത്മഹത്യ ചെയ്യുന്നു. കാര്യം കോടതിയിലാണല്ലോ നമ്മുടെ അവസാനത്തെ പ്രതീക്ഷ. ആ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ മരണമല്ലാതെ പുരുഷന്റെ ഭാഗത്ത് എന്താ ഉള്ളത്? അങ്ങനെ മരിച്ചുപോയ നീതി കിട്ടാത്ത എത്രയോ സ്ത്രീകൾ ഈ ലോകത്തുണ്ട്. അങ്ങനെ ആത്മഹത്യാ കുറിപ്പുകൾ തെളിവുകളായിട്ട് എടുക്കണമെങ്കിൽ എത്രയോ ആൾക്കാർക്ക് നീതി കൊടുക്കണമായിരുന്നു. അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഒരു ആത്മഹത്യാ കുറിപ്പ് ഒരു പെൺകുട്ടി എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തിട്ട് റിമാൻഡ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു പുരുഷനെ കാണിച്ചു തരാം. റിമാൻഡ് ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിലെ പീഡന കേസുകളിലെ പ്രതികൾ ഇന്നും അവനൊക്കെ സുഖമായിട്ട് വാഴുകയല്ലേ. ഇപ്പൊ നമ്മളെ കഴിഞ്ഞ മരിച്ചുപോയ പീഡിപ്പിച്ച് കൊന്നുകളഞ്ഞ നമ്മുടെ മറ്റേ അവരുടെ പേരെന്ന് മുഖം വികൃതമാക്കിയ ട്രെയിനിൽ വെച്ച് കൊല്ലപ്പെട്ട സൗമ്യയുടെ ഈ പറയുന്ന റിമാൻഡ് ചെയ്ത് ശിക്ഷയൊക്കെ കൊടുക്കാനായിട്ട് അതിനകത്ത് അവൻ നല്ല മിടുക്കനായിട്ടാണ് പുറത്തിറങ്ങുന്നത്. ഈ പ്രതിയാക്കുന്നവരല്ല. ഇപ്പോഴും അപ്പൊ പുള്ളിക്കാരൻ പുറത്ത് ജീവിക്കുന്നതാണ് വിചാരിക്കുന്നത്? അല്ല പുള്ളി ജയിലിൽ സുഖമാനായിട്ട് ജീവിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ പെൺകുട്ടിക്ക് എന്ത് നീതിയാണ് അവിടെ കിട്ടിയത്? അവളെ അത്രയും വികൃതമാക്കി പീഡിപ്പിച്ച് കൊന്ന അവൻ എന്ത് ശിക്ഷയാണ് നമ്മുടെ പുരുഷ കേന്ദ്രീകൃത സമൂഹം കൊടുത്തിരിക്കുന്നത്? ഈ പറയപ്പെടുന്ന എല്ലാ ഈ വളരെ അപൂർവ ആൾക്കാരെ മാത്രമേ എനിക്കൊന്ന് നിർഭയ കേസിലുള്ളവർ മാത്രം, അതിൽ 2 പേരെ നണ്ട് ജയിലിൽ തൂങ്ങി വലിക്കുന്നതോട് ചെയ്ത്, ബാക്കി 2 എണ്ണത്തിനാണ് പിന്നെ പോക്സോ കേസിൽ പെട്ടവനെ വെറുതെ വിടുകയും ചെയ്തത്. നിർഭയ എന്ന് പറയുന്ന കേസ് എന്താണ് അവിടെ നടന്നത്? എന്താണ് നിർഭയ കേസ്? എന്താണ്? എന്താ ഡൽഹിയിലെ കേസല്ലേ? ബസ്സിൽ വെച്ച് പീഡിപ്പിച്ചു. അതിൽ എന്ത് നിർഭയ എന്ന് പറഞ്ഞ പാതിരാത്രി ഒരു സിനിമയ്ക്ക് 8 മണിയാണ് പാതിരാത്രി എന്ന് പറയുന്നത്. ആരാ പറഞ്ഞു? 10 മണിക്ക് ശേഷം സംഭവങ്ങൾ നടക്കുന്നത്. 10 മണിക്ക് ശേഷം പാതിരാത്രി ആവുന്നത്. 10 മണിക്ക് 12 ആയിക്കോട്ടെ, 5 മണി ആയിക്കോട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഒരു യുവാവിന്റെ കൂടെ പോയി സിനിമ, അവര് എന്തിനു പോയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറി അനാവശ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മദ്യത്തിന്റെ ലഹരിയിരിക്കുന്ന യുവാക്കൾ അത് ചിലപ്പോൾ ഇടപെട്ടെന്നിരിക്കും. തീർച്ചയായിട്ടും ഇടപെടും. എന്താ കുഴപ്പം? ആ ഇടപെടുന്നത് മാത്രവുമല്ല, അവിടെ ഇതെല്ലാം കഴിഞ്ഞു ഇവരെ 2 പേരെയും പോകാൻ പറഞ്ഞു വിട്ടപ്പോ നിങ്ങളൊക്കെ ആരാടാ എന്നും ചോദിച്ചുകൊണ്ട് തിരിച്ച് ഈ പെൺകുട്ടി ഈ കാമുകന്റെ താങ്കൾ ലൈവിലുണ്ടായിരുന്നു അവിടെ? എവിടെ? ഈ പറയുന്ന അല്ല, മറ്റുള്ള കേസ് ഏത് കേസും ഇപ്പൊ മാഡം നിർഭയ കേസിനെ കുറിച്ച് താങ്കൾ ഇത്രയും വളരെ മ്ലേച്ഛമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിർഭയ എന്നല്ല ഇതൊക്കെ കാണിക്കുന്നത് ചെറ്റത്തരം എന്ന് പറയാൻ പറ്റും. കാര്യം ഒരു നല്ലൊരു കാര്യം ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താണ് നല്ല കാര്യം താങ്കളുടെ കാഴ്ചപ്പാടിൽ? വീട്ടിൽ സാരി ഉടുത്ത് പൂജാമുറിയിൽ ഇരുന്ന് ആണുങ്ങൾക്ക് വെച്ച് വിളമ്പി കൊടുക്കുന്നത് മാത്രമാണോ നല്ല കാര്യം? സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങിക്കോട്ടെ. രാത്രി ഇറങ്ങി പോകുമ്പോ അത് നിങ്ങളുടെ സ്വന്തം റിസ്കിലാവണം. അല്ലാതെ പിന്നെ ഇറങ്ങിപ്പോയിട്ട് പീഡിപ്പിച്ചു അങ്ങനെയല്ല. ഈ സമൂഹം എല്ലാവരും അത്ര നല്ലവരല്ല. അതാദ്യം മനസ്സിലാക്കണം. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ നിർഭയ കേസ് താങ്കൾ പറയുന്ന വാദമുഖത്തെ അങ്ങോട്ട് അംഗീകരിച്ച് തന്നു എന്നിരിക്കട്ടെ. ആ പെൺകുട്ടിക്കൊപ്പം ഒരു അദ്ദേഹത്തിന്റെ ആൺസുഹൃത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഈ ആൺസുഹൃത്തിനെ ആരെങ്കിലും പീഡിപ്പിച്ചു? അവനെ തല്ലു കിട്ടി. ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മൾ ഒരു കാര്യം ചെയ്യും, ഒരിടത്ത് പെട്ടുപോയി അവന്റെ മുമ്പ് ഷോ കാണിക്കാൻ വേണ്ടി ഞാൻ വലിയ
പുണ്യാളത്തിയാണെന്ന് കണ്ടിട്ട് അങ്ങോട്ട് പോയി അവിടെ നൂരി പോകാൻ നോക്കണമായിരുന്നു. താങ്കൾ പറയുന്ന കാര്യം സംഭവിച്ചു. ഇപ്പൊ പാതിരാത്രി ആണ് സുഹൃത്തിനോടൊപ്പം ഈ പറയുന്ന മദ്യപന്മാരുടെ ഇടയിലേക്ക് പോയി എന്നാണല്ലോ പറഞ്ഞ. ബസ്സിൽ കയറി അവർ അനാവശ്യം ചെയ്തു ചോദ്യം ചെയ്യാൻ അവർ തിരിച്ച് പ്രതികരിച്ചു. അതുകൊണ്ടാണ് പ്രകോപിതരായത് ചെയ്തതെന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, കർണാടകയില് സ്കൂട്ടറിൽ പോയ ദന്തൽ ഡോക്ടറെ അതിക്രൂരമായി കത്തിച്ച് പീഡിപ്പിച്ചു കൊന്നതിന് എന്താണ് ന്യായം? അവസരം എൻകൗണ്ടറിലൂടെ പോലീസുകാർക്ക് അവരെ കൊല്ലേണ്ടി വന്നു 4 പേരെ. അവരെ കുറിച്ച് എന്ത് ന്യായമാണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞാനൊരു കാര്യം, ഈ പറഞ്ഞ സാധനം മേഡം കണ്ടില്ലല്ലോ. എന്ത് സാധനം കണ്ടില്ലല്ലോ? ആ സാധനം ലൈവ് കണ്ടോ? ഇല്ലല്ലോ. അവിടെ എന്താണ് നടന്നതെന്ന് കണ്ടില്ലല്ലോ. കണ്ടെങ്കിൽ പറയൂ. നേരത്തെ നിർഭയയുടെ കേസ് ചോദിച്ചപ്പോ മേഡം പറഞ്ഞതാണ് ഞാൻ ലൈവ് കണ്ടോ. ഇതെങ്ങനെ കണ്ടോ? പോലീസുകാർ അവിടെ പോലീസുകാർ ഷൂട്ട് ചെയ്ത് കൊന്നുവെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള നീതി നടപ്പിലാക്കുന്നു. അവർക്ക് അവരുടേതായ കേരളത്തിൽ നടപ്പിലാവില്ല. അതാണ് നടപ്പാക്കണമെന്നാണ് താങ്കൾ പറയുന്നത്. അതല്ലല്ലോ പറഞ്ഞത്. അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾ ചെയ്യുന്ന കാര്യങ്ങൾക്കും നേരെ ഷൂട്ട് ചെയ്ത് തട്ടണമല്ലോ. ഞാൻ ചോദിക്കുന്നത് ആ ഡോക്ടർ എന്ത് തെറ്റാണ് ചെയ്തത്? അതുപോലെ മുംബൈയിലെ റേപ്പ് കേസ്, മുംബൈയിലെ കൊൽക്കത്ത ഹോസ്പിറ്റൽ ഇതൊക്കെ ലൈവ് കണ്ടോ? ഇപ്പൊ ഞാൻ നിർഭയ കേസിൽ എന്നോട് ലൈവ് കണ്ടോ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം അവിടെ എന്ത് നടന്നു എന്ന് താങ്കൾ കണ്ടോ? ശാസ്ത്രീയമായി താങ്കൾ കണ്ടോ എന്നാണ് എന്റെ ചോദ്യം. താങ്കൾ കണ്ടോ? ഞാൻ താങ്കൾ കണ്ടതെന്നല്ല നേരത്തെ ചോദിച്ചു. ലൈവ് കണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ലൈവ് കണ്ടോ എന്ന് ചോദിച്ചാൽ തിരിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ ലൈവ് കണ്ടോ? കണ്ടെങ്കിൽ പറയൂ. കണ്ടെങ്കിൽ പറയൂ. ലൈവ് കണ്ടെങ്കിൽ പറയൂ. ഞാൻ വെല്ലുവിളിക്കുകയാണ്. കണ്ടെങ്കിൽ പറയൂ. നിർഭയ കേസിൽ ഞാൻ ചോദിച്ച സ്റ്റേറ്റ്മെന്റ് താങ്കൾ ശ്രദ്ധിച്ചു കേട്ടോ എന്നറിയില്ല. നിർഭയ കേസിൽ പറയട്ടെ, ഞാൻ ലെറ്റ് മീ കംപ്ലീറ്റ്. നിർഭയ കേസിൽ ഈ പറയുന്നവർ അവര് പറഞ്ഞു എന്ന് താങ്കൾ പറഞ്ഞു. അതാണ് ഞാൻ ചോദിച്ചത്, താങ്കൾ അവിടെ ലൈവിൽ ഉണ്ടായിരുന്നു എന്ന്. പത്രമാധ്യമങ്ങളിൽ കൂടിയല്ലേ നമ്മൾ അറിയുന്ന എന്ത് കാര്യം? അല്ല, ഒരാൾ പീഡിപ്പിക്കപ്പെട്ടു പത്രമാധ്യമങ്ങളിൽ അന്നത്തെ കാര്യങ്ങളെല്ലാം ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പീഡിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ ആ കുട്ടിയെ പിന്നെ നിർബന്ധിത ലൈംഗിക പീഡനത്തിന് ഇരയാന്നറിയപ്പെടുന്നത് എങ്ങനെയാണ്? ശാസ്ത്രീയമായി തെളിയിപ്പിക്കട്ടും കേസിനും തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലേ പറയുന്നത്? പത്രം അങ്ങനെ ചുമ്മാ പീഡിപ്പിച്ചെന്ന് എല്ലാവരും വായിച്ചിരിക്കുന്നതല്ലേ? ഈ സാധനം ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ കൃത്യമായി നിങ്ങളോട് ചോദിക്കുന്നു, പൃഥ്വിരാജ് അഭിനയിച്ച ജനഗണമന എന്ന് പറയുന്ന സിനിമ, ഇത് ഈ കേസുകളെ കൃത്യം അതിൽ പൃഥ്വിരാജ് വെച്ചൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. പത്രമാധ്യമങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് രണ്ടുപേരും. മാധ്യമങ്ങളാണോ ഇവിടെ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നത്? മാധ്യമങ്ങൾ പറയുന്നതാണ് പൊതുസമൂഹം വിശ്വസിക്കുന്നത്. രാവിലെ താങ്കൾ എത്തുന്നതിന് മുമ്പിട്ട് താങ്കളുടെ വിസ്മയ കേസിലെ നിലപാടിനെ പറ്റി ഞങ്ങൾ സംസാരിച്ചു. വിസ്മയ കേസ് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു സ്ത്രീധനത്തിന്റെ പേരിലുണ്ടായ ഒരു തർക്കം പത്രമാധ്യമങ്ങൾ എഴുതിയതാണ്. ആ കിരൺകുമാർ എന്ന് പറയുന്ന MVD ഉദ്യോഗസ്ഥൻ വിസ്മയ എന്ന് പറയുന്ന യുവ ഡോക്ടറെ മർദ്ദിക്കുന്നു. അതിൽ മനംനൊന്ത് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു. ശേഷം മാധ്യമങ്ങളിലൂടെ ഈ മർദ്ദനത്തിൻ്റെതാണ് എന്ന് പറയപ്പെടുന്ന ഫോട്ടോകളും ദൃശ്യങ്ങളും അടക്കം പുറത്തു വരുന്നു. പിന്നീട് അത് കേസാകുന്നു. അതായത് ഒരു ഘട്ടത്തിൽ ഒരു മൊഴി വരുന്നു, ഈ മർദ്ദന ദൃശ്യങ്ങൾ കിരൺകുമാർ മർദ്ദിച്ചതല്ല, അതിന് പിന്നിൽ മറ്റൊരു കഥയുണ്ട് എന്ന്. അപ്പോൾ സ്വാഭാവികമായും കിരൺകുമാർ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം, ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ കേസ്, നിർഭയ കേസിലെ പ്രതികൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. താങ്കൾ ചോദിച്ച സൗമ്യ കേസിലെ പ്രതി ഇപ്പൊ എവിടെയാണ്? ജയിലിലാണ്. ജിഷ കേസിലെ പ്രതി ജയിലിലാണ്. തിരിച്ചു ചോദിക്കട്ടെ, ഷാരോൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വിഷം കൊടുത്തു കൊന്ന ഗ്രീഷ്മ എന്ന് പറയുന്ന പ്രതി എവിടെയാണ്? ഞാൻ ചോദിക്കാമെന്ന ഒരു കാര്യമാണ് ഇപ്പൊ ചോദിച്ചത്. ആ പ്രതി എവിടെയാണ്? ഞാൻ പുരുഷപക്ഷം രണ്ടുപേരെ പക്ഷം പിടിക്കാം. ആ പ്രതി എവിടെയാണ്? അറിയോ? അറിയാം, അവർക്ക് ജാമ്യം കിട്ടിയല്ലോ. എവിടെയാണ്? അറിയില്ല. ഞാൻ പറഞ്ഞുതരാം. കേരളത്തില് ആ പാറശാല ബോർഡിന്റെ അവിടെ ഇവർക്കൊരു വീടുണ്ടായിരുന്നു, വസ്തു ഉണ്ടായിരുന്നു. അവിടെ ഞാൻ പോയ ആളാണ്. അവിടെ നിന്ന് ആ വീടും വസ്തു എല്ലാം വിറ്റ് ഇപ്പോ പാറശാലയിൽ നിന്ന് തമിഴ്നാട് 20 കിലോമീറ്ററിനപ്പുറത്താണ് ഇപ്പോൾ ജിഷ താമസിക്കുന്നത്. കഷായം ഗ്രീഷ്മ താമസിക്കുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോ അത് മാത്രമല്ല, ഈ കേസ് നേരെ തമിഴ്നാട്ടിലേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഹർജി വരെ സുപ്രീം കോടതി പോയിരിക്കുകയാണ്. ആ പെൺകുട്ടി ഈസി ആയിട്ട് പോകും. ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞവരെല്ലാം അംഗീകരിച്ചു കൊടുക്കും. കാരണം ഈ സംഭവം വിഷം കൊടുത്ത സംഭവം നടന്നിരിക്കുന്നത് തമിഴ്നാട് അതിർത്തിയാണ്. സ്വാഭാവിക കേസ് തമിഴ്നാടിന് പോകാം. ഈ പറയപ്പെടുന്ന ഷാരോണിന്റെ കുടുംബത്തിന് നീതി ലഭിക്കില്ല. ഷാരോണിന്റെ ആത്മാവിന് ആ കേസിൽ നീതി ലഭിക്കാൻ പോകുന്നില്ല. ഗവൺമെന്റ് ഉദ്യോഗസ്ഥയായ പോലീസ് ഓഫീസർ പറഞ്ഞത് നന്നായി പഠിക്കുന്ന ഒരു പെൺകുട്ടി എന്നാണ്. ഒരു ബിടെക് ബിരുദധാരിക്കോ ഒന്നും ഒരു ക്രൈം ചെയ്ത ഒരാണാണെങ്കിൽ ആ പ്രിവിലേജ് കിട്ടാറില്ല. അതിനെ കുറ്റമായിട്ടേ പറയാറുള്ളൂ. ഇത്രയും വിദ്യാഭ്യാസമുള്ള ഇയാൾ ഈ കുറ്റത്തിൽ ഏർപ്പെട്ടു എന്നേ പറയാറുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നിയമം സ്ത്രീകൾക്ക് ഒരു പരിഗണന നൽകുന്നുണ്ട്. നല്ലതാണ്, നൽകേണ്ടതുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിലും സഹോദരിയും അച്ഛനും അമ്മയും അപ്പമ്മയും ഒക്കെ ഉള്ളവരാണല്ലോ. അച്ഛനും ഉണ്ട്, അമ്മാവനും ഉണ്ട്, ചേട്ടനുമുണ്ട്, ഭർത്താവുണ്ട്, മകനുണ്ട്. ഞാൻ പറയട്ടെ, അപ്പോ നിയമത്തിന്റെ ഒരു പരിരക്ഷ, അതായത് താഴേക്കിടയിൽ കിടക്കുന്നവരെ പിടിച്ചത്. അപ്പൊ ഇവര് ഈ ഫെമിനിസം പറയുന്നവർ അല്ലെങ്കിൽ സ്ത്രീ പക്ഷവാദികൾ എല്ലാവരും ഞാൻ പറയില്ല, 60% സ്ത്രീകൾ സമത്വം ആവശ്യപ്പെടുന്നു.
അത് അവർക്ക് അർഹതപ്പെട്ടതാണ്. ഭൂമിയിൽ ജനിച്ച മനുഷ്യർക്ക് എല്ലാവർക്കും സമത്വം ആവശ്യം. അപ്പൊ അവർക്ക് സമസ്ത ഇല്ലേ? സമത്വം ഇല്ലാത്തത് നമുക്ക് ആണുങ്ങൾക്ക് ഒന്നും കയറി ഇപ്പൊ ചാനൽ കയറി ഒന്നും പറയാൻ പറ്റാത്ത നിങ്ങൾക്ക് എന്തിന്റെ കുറവാ? കേസിൽ പ്രതിയാവില്ലേ? നിങ്ങൾക്ക് എന്തിന്റെ കുറവാ? ഈ അയ്യോ, ആളുകൾക്ക് കംപ്ലീറ്റ് എന്തിന്റെ കുറവാ? ഈ കാണുന്ന നിങ്ങൾ കംപ്ലീറ്റ് കുറവുകളേ ഉള്ളൂ. ജനിക്കുന്നത് തന്നെ. കുറവുകളേ ഉള്ളൂ. നേരെ പോയി സംസാരിക്കാൻ താങ്കൾ പറ്റുന്നില്ല. ഒറ്റപ്പെട്ട മനുഷ്യരേ ഉള്ളൂ സമത്വം ഇല്ലാത്ത. താങ്കൾ ഈ സത്യത്തിൽ ഈ പുരുഷന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന താങ്കൾക്കായിരിക്കും ചിലപ്പോൾ സമത്വം. ബാക്കിയുള്ള പുരുഷന്മാർക്കൊക്കെ കിട്ടുന്നുണ്ട് ഇഷ്ടംപോലെ. അത് പുറത്തുനിന്ന് നോക്കുന്ന സ്ത്രീകൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. ഒന്ന് പറഞ്ഞോട്ടെ. ഇത് ബഹുഭൂരിപക്ഷം സ്ത്രീകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് എന്താ കുറവ്? കാര്യം ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും വേണോ എവിടെ വേണോ പാറി പറന്ന് പോവാം. സത്യം പറഞ്ഞാൽ ഒരു അല്പസമയം കിട്ടിയാൽ ഭൂരിഭാഗം പുരുഷന്മാർ വീട്ടിലിരിക്കുന്നവരാണ്. അത് ആദ്യം മനസ്സിലാക്കണം. അവർക്ക് തോന്നില്ല, വീട്ടിൽ പോയി അന്വേഷിക്കേണ്ടി വരും. ഇല്ല, ഞങ്ങളുടെ വീട്ടിലെ അയ്യോ, ഞാനെന്ന് പറഞ്ഞാൽ മാസങ്ങളോളം കൊറോണ സമയത്ത് നിങ്ങൾ എല്ലാവരും ബുദ്ധിമുട്ടിയപ്പോൾ ഞാൻ സ്വസ്ഥമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചവർ എങ്ങനെ മനസ്സമാധാനം ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഇതെന്ന് തീരും എന്നുള്ളത്. പക്ഷെ വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരിക്കുന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞ കാര്യമുണ്ടല്ലോ, പുരുഷന്മാർ എന്ന് വീട്ടിലെന്ന് വെച്ചാൽ ഈ 2020-21 കാലഘട്ടത്തിൽ മാത്രം ഈ മഹാനാവമായ പുരുഷന്മാർ വീട്ടിൽ. അത് ഞാനൊരു കാര്യം പറയാം. സ്ത്രീകൾ ഭൂരിഭാഗവും കാണുന്നത് ഈ പാറിപ്പറന്ന് നടക്കുന്ന പ്രശ്നക്കാരായിട്ടുള്ളവരെ, അല്ലെങ്കിൽ ഒരുപക്ഷെ ചില കോഴികൾ എന്ന് പറയാലോ, ഇവരെ മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നത്. എന്നാൽ അങ്ങനെയല്ല. ബഹുഭൂരിഭാഗം ഒരു കോളേജിലായിക്കോട്ടെ സ്കൂളിലോ ആയിക്കോട്ടെ പഠിക്കുന്നതിൽ വളരെ ഒതുങ്ങി, ഒരു കുറ്റകൃത്യത്തിലും പോകാതെ ഒതുങ്ങി ജീവിക്കുന്ന, നേരെ വാതുറന്ന് സംസാരിക്കാത്ത എത്രയോ പുരുഷന്മാരുണ്ടെന്ന് അറിയാം.